നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഒരാഴ്ചയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ കണ്ടെത്തിയില്ല എന്നുള്ളത് ഒരു കാര്യം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറുഭാഗത്ത് വേറൊന്നുമുണ്ട്. പ്രതിപക്ഷം, അതായത് CPM ഇതുവരെ വാ തുറന്നിട്ടുമില്ല. ഇത് രണ്ടും ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. CPMൻ്റെ സെക്രട്ടേറിയറ്റ് കൂടി 10 മണിക്കൂറും 13 മണിക്കൂറും ഒക്കെ കട്ടൻ ചായയും പരിപ്പുവടയും ഒക്കെ കുടിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. പക്ഷേ വാ തുറക്കേണ്ടവരാരും തന്നെ വാ തുറന്നിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ നേതാക്കന്മാർ പലരുമൊക്കെ മുറുമുറുപ്പ് തുടങ്ങി. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. മുൻപൊക്കെ ആരും ഒന്നും ഉരിയാടത്തില്ലായിരുന്നു, തിരുവായ്ക്കെതിർവായില്ലായിരുന്നു. ഇപ്പം അത് മാറി. തിരുവായ്ക്കെതിർവായുണ്ട്, എന്തു വേണമെങ്കിലും ആർക്കും പറയാമെന്ന് MV ഗോവിന്ദനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടാനിടയായി. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ മുമ്പും ഈ ഇടതുപക്ഷത്തിനകത്തുള്ള ചില ജീർണതകളെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പാർട്ടി ആലോചിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്: തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, തുടർഭരണം തുളവീണ കിനാവ് പോലെ അസ്തമിച്ചു. അധികാരത്തിൻ്റെ അധിക സുഖം നുകർന്നവരും ഭരണത്തിൻ്റെ അരികു പറ്റി നിന്നവരും അസ്തമിച്ച ആ കിനാവിൻ്റെ പടവുകളിൽ നിന്ന് ഇറങ്ങി വരാൻ ഇനിയും സമയമെടുക്കും. ശരിയാ, അധികാരത്തിൻ്റെ അധിക സുഖം നുകർന്നവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചെറിയ ആ വാക്കുകളിൽ തന്നെ അപാരമായിട്ടുള്ള അർത്ഥം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. കൊള്ളേണ്ടവരെ കൊള്ളിച്ചു എന്നുള്ളതാണ്. അധികാരത്തിൻ്റെ അധിക സുഖമാണ്. അധികാരത്തിന് സുഖമുണ്ട്, പക്ഷെ അധിക സുഖം നുകർന്നവരും ഈ അരികു പറ്റി നിന്നവരും ഒക്കെ തന്നെ ഇതിൻ്റെ ഈ പടവുകളിൽ നിന്ന് ഇറങ്ങി വരാൻ അല്പസമയമെടുക്കും. ഇനിയുള്ള കാലം കിനാവ് കണ്ട് കാത്തിരിക്കാനാവാത്തവർ പുതിയ കൂടാരങ്ങൾ തേടിപ്പോകും. ചായം മുക്കിയ കമ്മ്യൂണിസ്റ്റുകൾ കോലം മാറി പുതിയ ലാവണങ്ങൾ തേടിപ്പോകും. ചായം തേക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ കോലം മാറാതെ കാലം സാക്ഷിയായി എന്നും ഇവിടെ ഉണ്ടാകും. അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ ആവോളം രുചിച്ചവർക്കൊരിക്കലും മുങ്ങിയ വള്ളത്തിൽ ഞാന്ന് പിടിച്ച് മുന്നോട്ട് പോകാനാവില്ല. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വെറുമൊരു കമ്മോഡിറ്റി മാത്രമാണ്. അധികാരത്തിനും ആർഭാടങ്ങൾക്കുമായി അവർ കണ്ടെത്തിയ ഒന്ന്. ആ കമ്മോഡിറ്റിക്ക് മൂല്യമില്ലാതാകുമ്പോൾ അവർ പുതിയ ഇടം തേടിപ്പോകും. അധികാരവും അധിക സുഖവും കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയവരല്ല സാധാരണ സഖാക്കൾ. നോക്കണം, അത് ശരിയാണ്. അധികാരവും അധിക സുഖവും കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയവരല്ല സാധാരണ സഖാക്കൾ. സാധാരണ സഖാക്കന്മാർ ഇത് പറയുന്നത് CPIയുടെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകനാണ്. CPIക്കാരിലെ മുൻകാല നേതാക്കന്മാരൊക്കെ അധികാരവും അധിക സുഖവും ഒന്നും തേടിപ്പോയവരല്ല. അവരധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ സാധാരണ ജനങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. അധികാരത്തിൽ ഇരിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടേതായ ഭാവം പുലർത്തിയവരാണ്. ബീക്കൺ ലൈറ്റിട്ട് പരിവാര സമേതം റോഡിലൂടെ കുതിച്ചു പോയാൻ അധികാരത്തിൻ്റെ തലപ്പാവ് മാത്രം മതി. പക്ഷെ ജനമനസ്സിൽ കുതിച്ചു പോയാൻ അവരുടെ കിതപ്പ് മാറ്റാനുള്ള കരുതലാണ് വേണ്ടത്. ആ കരുതൽ പോലും വിളിച്ചു പറയാൻ കോടികൾ മുടക്കിയുള്ള ആഘോഷം അത് നടത്തിയപ്പോൾ കോരിത്തരിച്ചത് ആഘോഷം നടത്തിയവർ മാത്രമാണ്. ശരിയാണ്, നമ്മൾ കൺതുറന്ന് നോക്കുമ്പോഴൊക്കെ നമ്മുടെ ഫുട്പാത്തുകളിലും
നമ്മുടെ പൊതുഗതാഗതത്തിലും എല്ലാ മനുഷ്യരുടെയും കണ്ണെത്തുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വലിയ അവരുടെ വീരവാദങ്ങൾ മുഴക്കിയുള്ള ആഘോഷമാണ് കണ്ടത്. അതിൽ നമ്മളാരും കോരിധരിച്ചില്ല. അത് ഏർപ്പാട് ചെയ്തവരും ഇതിനുവേണ്ടി പണം മുടക്കിയവർ മാത്രമാണ് കോരിത്തരിച്ചത് എന്നർത്ഥം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകളും വൈദ്യുതി ചാർജും ഒക്കെ കുതിച്ചുയർന്ന് താളം തെറ്റിയ ജീവിതവുമായി സാധാരണക്കാർ പകച്ചു നിൽക്കുമ്പോൾ കോടികൾ മുടക്കിയുള്ള സംഗമങ്ങൾ നടത്തി പ്രമാണിമാരെയും പ്രമുഖരെയും സൽക്കരിക്കുകയായിരുന്നു നമ്മൾ. നമുക്കറിയാവുന്നതാണ് എന്തെല്ലാം തരത്തിൽ പണം ചെലവഴിച്ചു. നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ 140 മണ്ഡലങ്ങളിലൂടെ 21 പേര് ഒന്നിച്ചൊരു ബസ്സിനകത്തിരുന്നു കൊണ്ട് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ടുപോയി. പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി വഴിനീള ചില രക്ഷാപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പലരെയും അടിച്ചു വീഴ്ത്തിയപ്പോഴും മന്ത്രിപരിവാരങ്ങളായിരുന്നവർക്കൊന്നും തന്നെ പറയാനും കഴിയുന്നില്ലായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജന്മിത്തത്തിനെതിരെ പടനയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് പ്രാമാണികരെന്നും പ്രമുഖരെന്നുമുള്ള തലപ്പാവുകളിട്ട് മനുഷ്യരെ പല പല തട്ടുകളാക്കി മാറ്റിയപ്പോൾ നിറം മങ്ങിപ്പോയത് സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്കാണ്. തോറ്റതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. തോൽക്കാനിടയാക്കിയ കാരണങ്ങളാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. തിരുത്താനായി വഴികാട്ടിത്തന്ന ജനത്തോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അധികാരമല്ല നമ്മളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. അധികാരം നോക്കി കമ്മ്യൂണിസ്റ്റ് ആയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയെന്നത് മാത്രമാണ് ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റിനെ വേദനിപ്പിക്കുന്നത്. ഇത് കൊള്ളേണ്ടിടത്ത് കൊള്ളിക്കുന്നു എന്നുള്ളതാണ്. അധികാരം നോക്കി കമ്മ്യൂണിസ്റ്റ് ആയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയെന്നത് മാത്രമാണ് ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റിനെ വേദനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ ഇത് എഴുതുമ്പോൾ ഇതൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പന്ന്യൻ രവീന്ദ്രന് പോലും പറയാനുള്ള കാര്യങ്ങളാണ് മകനിലൂടെ പ്രതിഫലിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പന്ന്യൻ രവീന്ദ്രനൊക്കെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇരുന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്ത് നഗരവീഥികളിലെ പാതയിലൂടെ നടന്നു പോകുന്നത് കാണാം. ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ എതിർവശത്തുള്ള പുസ്തകശാലകളിലും തട്ടുകടകളിൽ നിന്നുമൊക്കെ സാധാരണ ജനങ്ങളുമായി സംസാരിക്കുകയും ചായ കുടിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതേ സമയം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുന്തിയ വില കൂടിയ കാറിൽ പാഞ്ഞു പോകുന്നത്, തെക്കും വടക്കും പായുന്നതാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഈ പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് ഇത് കമ്മ്യൂണിസ്റ്റിലെ, അതായത് CPMലെ ചിലർക്ക് നേരെ തൊടുത്തുവിട്ട ഒന്ന് തന്നെയാണ്. അത് ആർക്കാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്തു, കൊള്ളേണ്ടിടത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ പോസ്റ്റ് അർത്ഥവത്തായി മാറുന്നതും.